ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് എന്താണ് ചെയ്യണം, തമ്പിലും ടൈറ്റിലും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊന്നൊരു ഓൺലി ആർസണൽ ചലഞ്ചാണ് കളിക്കാൻ പോണത്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ആർസണലിൽ നിന്ന് മാത്രമേ ലൂട്ടെടുക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനും നമ്മൾ ലൂട്ടെടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ആർസണൽ കീ ചലഞ്ച്. അപ്പോൾ നമുക്ക് കളിക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മാക്സിമം ജയിക്കുന്നതാണ് എൻ്റെ ഒരു മൈൻഡിൽ. ജയിച്ചാൽ മതി ഗൈസ്, ജയിച്ചാൽ മതി. ഇതെന്താ കഴിച്ചാ എയറിലിക്കണേ, അത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ എവിടെ ഇറങ്ങാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹാങ്ങറില്ലേ, ഹാങ്ങറിൻ്റെ അടുത്ത് നമുക്ക് ഹാങ്ങറിൻ്റെ അവിടെ വീടാണ്. അപ്പോൾ അവിടെ എണ്ണീസ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമുക്ക് തൽക്കാലം ഭീമാശക്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാം. ആ പീക്ക് നമുക്ക് ഭീമാശക്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാം, അതാണ് സേഫ് തോന്നുന്ന അവിടെ പറ്റി. നമുക്ക് തൽക്കാലം നല്ലത് ആർസണൽ അവിടെയാണ്, ഇവിടുത്തെ പീക്കിൻ്റെ സൈഡിലായിട്ടാണ്. ഇവിടെ പിന്നെ എനിമി ഉണ്ട്, അതാടെ എനിമി. എത്ര എനിമിയാണോ ഗൈസ്. ഞാൻ ഈ വീട്ടിൻ്റെ മുകളിൽ ഇരിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ബ്രസീലിയൻ കോസ്റ്റ്യൂം എടുക്കാൻ നോക്കിയതാണ്, ചത്ത്. പക്ഷെ ഞാൻ കെടുക്കുക ഗൈസ്. ആർസണൽ തുറക്കണ വരെ ഞാൻ കെടുക്കുക. എങ്ങോട്ടൊക്കെ എനിമി കൊണ്ടുവന്ന് ആർക്കറിയാം. ഓനൊന്ന് അങ്ങോട്ട് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി ഓനെ, പിന്നെ ഫുള്ള് എൻ്റെ കയ്യിലായിരിക്കും കളി. ഓനൊന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ മതിക്ക്. എന്തായാലും ഒരേ ആസ്മയിലേ ഞാൻ കയറുണ്ടാവുള്ളൂ മാക്സിമം. ഇപ്പം ഇൻ്റെ ശബ്ദം ഫുള്ളും കേട്ടിട്ടേ അതാവും മറ്റേ ജിവ്വേ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സൈഡിലേക്ക് ഇരിക്കാം ഞാൻ. ഒന്ന് ജിവ്വേ കയറിപ്പോയി ഗൈസ്. എന്താ ഇതൊക്കെ വേണ്ടത്? ജിബ് കയറി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ സേഫായി എന്നതിക്ക് തോന്നുന്നുണ്ട്. സേഫായി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒറ്റൊരു എനിമി പോലും ഇല്ല. ഇനിയും 2 മിനിറ്റ് ഉണ്ട്, ഇപ്പോൾ 1 മിനിറ്റ് ഉണ്ട്. ഇനിയും 1 മിനിറ്റ് ഉണ്ട് നമ്മുടെ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ആർസണൽ. എന്നാലും ഇങ്ങനത്തെ ഒരു ഗതി വന്നല്ലോ ഗൈസ്. ഞാനിപ്പോൾ ഇന്ത്യയിൽ ലൂട്ടും ഇതൊക്കെ സെറ്റാണെങ്കിൽ ഞാൻ കയറി എനിമീനടിക്കും. അപ്പോൾ ഏത് സ്ഥലമായാലും ഞാൻ കയറി എനിമീനടിക്കും ഗൈസ്. ഒട്ടപ്പോൾ എനിമീസിനൊന്നും കാണാനില്ല. നമുക്ക് കുറച്ച് രണ്ട് വെയിറ്റ് ചെയ്യാം. ഈ എൻ്റെ കയ്യിലിട്ടാറേ. എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 1 മിനിറ്റ് ഉള്ളൂ. ഇനി 2 മിനിറ്റ് ഉണ്ട് എന്നാ തോന്നുന്നു. എനിക്ക് 2 മിനിറ്റ് ഉണ്ട്. പെട്ടെന്ന് സമയമില്ല. ഇപ്പം എത്രയായി? ഓക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 30-20 ആയാലും ഞാൻ വീട്ടിൻ്റെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ആയിരിക്കും സേഫിൻ്റെ. 20-30 ആയ 40 ഗൈസ്. ഞാൻ ഐസ് എടുത്ത് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അടിക്ക് പോവുക. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്
ഇനിയും കുറച്ച് സെക്കൻഡ്സ് ഉണ്ട്. നമുക്കിവിടെ ആദ്യം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വല്ലതും ചത്താലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഓരോ 10 പല എന്താണ് എടാ ഹിറ്റ് ലിസ്റ്റാ. എൻ്റെ മേത്തെ ഹിറ്റ് ലിസ്റ്റ് അടുത്ത കൊമ്മാല് ഗൈസ്. എൻ്റെ മേത്തട ഹിറ്റ് ലിസ്റ്റടാ. ഇവനൊക്കെ എന്തിൻ്റെ കാടാ. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ ഹിറ്റ് ലിസ്റ്റിനെ കൊല്ലാന്. അല്ലാതെ വെറുതെ അത് ഹിറ്റ് ലിസ്റ്റ് ആയിരുന്ന അല്ല ഇതിനെ കൊന്നത് എനിമീനെ കൊന്നതാ ഗൈസ്. എന്നാലും എനിക്ക് കിട്ടേണ്ടതായിരുന്നു. റിയലിക്കത് കിട്ടേണ്ടതായിരുന്നു ഗൈസ്. റിയലിക്കത് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ കിട്ടിയില്ല ഗൈസ്. നമുക്കൊരു ഭാഗ്യമില്ലാത്തോണ്ടാ ഗൈസ്. നമുക്ക് നമ്മുടെ ലൂട്ട് എടുക്കാൻ പറ്റൂട്ടി ഈ ചലഞ്ചിൽ. ഓക്കെ ഗൈസ്, ഞാൻ സെറ്റ് ഐ ആം പ്രൂഡ്. എനിമിയാ അടിക്കണ ഞാനാണെങ്കിൽ അല്ല പിന്നെ എന്നോടാണ് കളി. ലൂട്ടെടുക്കാൻ പാടില്ല. ഞാൻ എന്താ ലൂട്ടെടുക്കാൻ നിൽക്കണേ. ആർസണൽ ലൂട്ടിയാട്ടാ മര്യാദയ്ക്ക്. പ്രാവശ്യം ഇങ്ങനെ ഗ്ലൂ ആൾട്ട് ലൂട്ടിയാ ഗൈസ്. അല്ലെങ്കിൽ നേരത്തെ പോലെ എന്നെ ഉള്ളിൽ കയറും. MP5 വരുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് അതൊന്നും മര്യാദയ്ക്ക് കളിക്കാനും പറ്റില്ല. എൻ്റെ ലൂട്ടാണ് ഗൈസ്. എൻ്റെ ലൂട്ട് ഇതന്നെ എൻ്റെ ലൂട്ട്. കറക്റ്റ് ഇതന്നെ എൻ്റെ ലൂട്ട്. കറക്റ്റ് ദിസ് ഈസ് മൈ ലൂട്ട്. എനിക്ക് ഗൈസ് ഞാനൊന്ന് ഉണ്ടവിടെ ഉണ്ടല്ലേ ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങനെ പൊടൂട്ടാ ഇവിടെ ഉണ്ടില്ല. ഉണ്ടല്ലോ ഗൈസ്. എനിമിയാൾ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടാളൊക്കെ. നമ്മൾ തൽക്കാലം അവിടെ പോവാണ്. ഇന്നൊരു കാര്യം പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പോവാ പെട്ടെന്ന്. അതിനേക്കാളും എളുപ്പമുള്ള വഴിയാണല്ലോ എൻ്റെ മുമ്പിലുള്ള വണ്ടിയൊക്കെ പോയി സാധിക്കും നല്ലേ. അപ്പോൾ നൈസായിട്ട് നല്ല ഡാമേജ് പറയുന്നുണ്ട് എനിക്ക്. രക്ഷപ്പെട്ടു ഗൈസ്. നമ്മൾ ഞാനത്ര ജയിക്കേണ്ട കളിയായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ ഒരു കിലോ എടുത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ വീഡിയോ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാം. പിന്നെ ഈ വീഡിയോയിൽ നമ്മുടെ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗണ്ണ് മാക്-10. ആ മാക്-10ൻ്റെ ഗ്ലോറി നിങ്ങളിപ്പോൾ നോക്കി നോക്കാം. ഞാൻ മലപ്പുറം ഗ്ലോറി ഞാൻ മലപ്പുറം ഗ്ലോറിയിൽ എത്ര സ്ഥാനത്താണ് നിങ്ങളൊന്ന് നോക്കി നോക്കാം. എത്ര സ്ഥാനത്താണ് ഇത്രയും ആൾക്കാരെ വെട്ടിച്ചിട്ട് 91-ാം സ്ഥാനത്ത്. ഞാനിപ്പോൾ ഇല്ലേ കളിക്കുമ്പോൾ ഇല്ലേ ഈ 100-ാം സ്ഥാനത്തിൻ്റെ അടിയിലായിരുന്നു. ഇപ്പം നോക്കുക കണ്ണു തുറന്ന് നോക്ക് 91-ാം സ്ഥാനത്ത്. വെറും 91-ാം സ്ഥാനത്ത് എല്ലാവരും പൊട്ടിച്ചിട്ട് ഞാനുണ്ട് കയറി ഗോളടിച്ച്.
അപ്പോൾ ഗൈസ് ഇനിയും ഇതുപോലത്തെ ചലഞ്ച് വീഡിയോസും ഒക്കെ വരുന്നുണ്ടാവും. എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഒന്ന് വീഡിയോ ഒക്കെ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ വീഡിയോ കാണാതിരിക്കരുത്. വീഡിയോ കാണണം, സബ്സ്ക്രൈബും ചെയ്യണം. വീഡിയോ മസ്റ്റായിട്ടും കാണണം, സബ്സ്ക്രൈബും ചെയ്യണം. വീഡിയോ കാണണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സ്ഥലം വിട്ടോ.